കോഴിക്കോട് SSLC പരീക്ഷയിൽ ക്രമക്കേടെന്ന ആക്ഷേപം. പരീക്ഷാ ദിവസം കുട്ടികളെ സഹായിക്കാൻ ഡ്യൂട്ടിയില്ലാത്ത അധ്യാപകരും സ്കൂളിലെത്തുന്നു എന്നാണ് ആരോപണം. വില്യാപ്പള്ളി MJVHSSലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഓഡിയോ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. അവിടെ നമ്മൾ അഷ്റഫ് കളത്താണ് മാഷ് ഒരു കടുംപിടുത്തക്കാരനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞതിന് ശേഷമാണ് കുട്ടികളെ വിട്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ ഇടയിൽ നമുക്ക് മറ്റുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. അപ്പം ഈ എക്സാം ഡ്യൂട്ടി ഇല്ലാത്ത ടീച്ചേഴ്സ് അവിടെ വരണമെന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് എല്ലാവരും കൂടി ഒന്നിച്ചങ്ങ് ലീവ് എടുത്ത് കളഞ്ഞു. ഒരാൾ പോലും വന്നില്ല. അവസാനം സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് എങ്ങനെയെങ്കിലും സഹായിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും സോഷ്യൽ സയൻസിൻ്റെ അധ്യാപകനാണ് വേണ്ടേ. അവസാനം HM സാലിനെ വിളിച്ചു വരുത്തി. വരുമ്പോഴേക്ക് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഞങ്ങൾ പകരം സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ നേരാവണ്ണം പോവില്ല. ഇന്നത്തെ പരീക്ഷയ്ക്ക് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇങ്ങനെ ആളുകളും കൂടി വന്നിട്ടില്ലെങ്കിൽ അത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ടീച്ചേഴ്സ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. പരാതിക്ക് പിന്നാലെ സ്കൂൾ സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി. കോഴിക്കോട് DD പോലീസ് ഇന്റലിജൻസ് പരിശോധനയ്ക്ക് ശുപാർശ ചെയ്തു. ദീപക് മലയമ്മ, ദീപക്, ഇപ്പോൾ ഈ ഓഡിയോയിൽ നിന്നും പരീക്ഷയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അർത്ഥമാക്കാൻ പറ്റുമോ? പരീക്ഷയ്ക്ക് മുന്നേ കുട്ടികൾക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് കയറ്റുക എന്നാണോ ഉദ്ദേശിച്ചത്? മനസ്സിലാക്കാനാവുന്നില്ല. സ്മൃതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SSLC പരീക്ഷ പൊതുപരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇൻവിജിലേറ്റേഴ്സിനെ നേരത്തെ തന്നെ നിശ്ചയിക്കുകയും ചെയ്യും. ആ സ്കൂളിൽ ആകെ ഹെഡ് മിസ്ട്രസിന് മാത്രമായിരിക്കും ആ ചുമതലയുണ്ടാവുക. മറിച്ചുള്ള എല്ലാ അധ്യാപകർക്കും ആ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആ സ്കൂളിലെ തന്നെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ പരീക്ഷയുടെ സമയത്ത് എത്തണം എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഓഡിയോ സന്ദേശം. മുൻപും അത്തരത്തിൽ അധ്യാപകർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓഡിയോ സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് സ്റ്റാഫിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഓഡിയോ സന്ദേശം വരികയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പറയുന്നുണ്ട്, സോഷ്യൽ സയൻസിന് സഹായിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം പക്ഷേ ഇല്ലാതെയായി പോയി. അത് അധ്യാപകൻ വരാതിരുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായ ഓഡിയോ സന്ദേശം വഴി പറയുകയും ചെയ്യുന്നത്. A+ കുറയാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള മെസ്സേജുകൾ ആ ഗ്രൂപ്പിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും വാട്സപ്പിൻ്റെ ആ പ്രവർത്തനം, അത്തരത്തിൽ മെസ്സേജുകളുടെ പ്രവർത്തനം നിശ്ചലമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇങ്ങനെ പരാതിയായി ഇത് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. അത് DDയുടെ അടുത്തടക്കം എത്തുകയും ചെയ്തു. ആദ്യം DEOയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്കൂളിൽ സ്ക്വാഡ് എന്നുള്ള നിലയ്ക്ക് പരിശോധന നടത്തി. പിന്നാലെ തന്നെ DDEയുടെ നേതൃത്വത്തിലുള്ള സംഘവും പരിശോധന നടത്തി. പ്രാഥമികമായി ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഗുരുതരമാണ് എന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് DDE ഇപ്പോൾ ഒരു ശുപാർശ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് നൽകിയിരിക്കുന്നത്. പോലീസ് ഇന്റലിജൻസ് ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതുമാണ്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.